നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്ന റാങ്ക് ഓഫ് എ മെട്രിക്സിനെ കുറിച്ചാണ്. സോ നമുക്ക് ഡെഫിനിഷൻ നോക്കാം. സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഓർഡർ ഓഫ് ദി ലാർജസ്റ്റ് സ്ക്വയർ സബ് മെട്രിക്സ് ഹാവിങ് നോൺ സീറോ ഡിറ്റർമിനൻറ്റ് എന്ന് വെച്ചാൽ ഇത് ഒരു ഓർഡറാണ്. എന്തിൻ്റെ ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജസ്റ്റ് സ്ക്വയർ സബ് മെട്രിക്സ് അതിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്തായിരിക്കണം? നോൺ സീറോ ആയിരിക്കണം. നമുക്ക് നോക്കാം നല്ലോണം. ഇപ്പോൾ സപ്പോസ് എ എന്ന് പറയുന്ന ഒരു 3/3 മെട്രിക്സ് ആണെന്നിരിക്കട്ടെ. ഇതിന് സ്റ്റെപ്പുണ്ട് എങ്ങനെയാണ് റാങ്ക് ഫൈൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ. ഒരു 3/3 മെട്രിക്സ് ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ we need to find determinant of 3/3 matrix. ഡിറ്റർമിനൻറ്റ് കാണുമോ? ഇതിന് രണ്ട് കേസുണ്ട്. രണ്ട് കേസാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഒന്നാമത്തെ കേസിൽ ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 ആവുന്ന കേസും ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0 ആവുന്ന കേസും. ഓക്കെ, ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് 3 എന്ന് തന്നെ എഴുതാം. അതായത് ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ നോൺ സിംഗുലർ മെട്രിക്സ് അല്ലേ? ഇതൊക്കെ നമ്മൾ ബേസിക്കായിട്ട് +1 പഠിക്കുന്നു, +2 പഠിക്കുന്നതാണ്. എന്താണ് സിംഗുലർ, എന്താണ് നോൺ സിംഗുലർ മെട്രിക്സ് ഒക്കെ. ഇനി ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, റാങ്ക് ഓഫ് എ ഈസ് ലെസ് ദാൻ 3. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, അപ്പം ഇവിടുത്തെ കാര്യം നമ്മൾ കൺഫേം ചെയ്ത് ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഇനി ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ റാങ്ക് ഓഫ് എ ലെസ് ദാൻ 3 ആണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ രണ്ട് കേസുണ്ട്. രണ്ട് കേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ രണ്ട് കേസാണ് ഈ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കേസ് നമ്മൾ ഇനി എടുക്കേണ്ടത് ഡിറ്റർമിനൻറ്റ് ഓഫ് എനി 1 2/2 മെട്രിക്സ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ സബ്സ്ക്വയർ മെട്രിക്സ് എടുക്കത്തില്ലേ, അത് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ റാങ്ക് ഓഫ് എ നമുക്ക് 2 എന്ന് എഴുതാം. ഡിറ്റർമിനൻറ്റ് ഓഫ് ഓൾ 2/2 മെട്രിക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ, എല്ലാത്തിൻ്റെയും 0 ആണെങ്കിൽ റാങ്ക് ഓഫ് എ ലെസ് ദാൻ 2 എന്ന് എഴുതാം. കണ്ടോ? ഇങ്ങനെയാണ് എഴുതുന്നത്. ഇങ്ങനെയാണ് റാങ്ക് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, എ മെട്രിക്സ് എന്ന് പറയുന്നത് എ = 1 0 1 2 1 2 1 0 -1. ഡിറ്റർമിനൻറ്റ് എ എടുക്കുമ്പോൾ എന്താണ്? ദാറ്റ് ഈസ് ഡിറ്റർമിനൻറ്റ് 1 0 1 2 1 2 1 0 -1. ഇതെടുക്കുമ്പോൾ എന്ത് കിട്ടും? 1 × -1 -0 ഡിറ്റർമിനൻറ്റ് എടുക്കാൻ അറിയാമല്ലോ, +1 × 0 -1. ഇത് -1 -1 എന്ന് കിട്ടും, -2 വിച്ച് ഈസ് നോട്ട് ഈക്വൽ 0. അപ്പോൾ എന്താണ് റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു 3. കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, വേറെ എക്സാമ്പിൾ പറയാം. സപ്പോസ് എ പ്രൈം ഈസ് ഈക്വൽ ടു 1 0 1 -2 -3 1 3 3 0. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? ഡിറ്റർമിനൻറ്റ് ഓഫ് എ എന്ന് പറയുന്നത് 1 0 1 -2 -3 1 3 3 0 അല്ലേ? ഡിറ്റർമിനൻറ്റ് എടുക്കുമ്പോൾ എന്തുവാണ്? 1 × 0 - 3 -0 +1 × -6 +9 അല്ലേ? ഇത് -3 +3. ഡിറ്റർമിനൻറ്റ് 0 ആയി. ഇപ്പോൾ റാങ്ക് ഓഫ് ബി നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, എന്താണ്? ലെസ് ദാൻ 3 ആണ്. ഇനി സബ്സ്ക്വയർ മെട്രിക്സ് എടുക്കുക. ഇതിൻ്റെ 1 0 1 -2 -3 1 3 3 0. അതായത് നമ്മൾ ഈ സബ്സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? -3 -0 എന്ന് കിട്ടും. ഇത് നോൺ സീറോ ആണ്. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം റാങ്ക് ഓഫ് ബി എന്താണ്? 2. കാരണം ഞാൻ പറഞ്ഞു, ഏതെങ്കിലും ഒരെണ്ണം നോൺ സീറോ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റാങ്ക് ഓഫ് 2 ആണ്. എല്ലാം 0 ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റാങ്ക് ഓഫ്
ദാറ്റ് മെട്രിക്സ് ലെസ് ദാൻ 2 എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഉറപ്പിച്ച് റാങ്ക് ഓഫ് ബി എന്താണ് 2. കണ്ടോ, ഇങ്ങനെ നമുക്ക് വളരെ എളുപ്പമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. വേറൊരു ഡെഫിനിഷനും കൂടെ ഉണ്ട് റാങ്കിന്, അതും കൂടെ ഞാൻ പറയാം. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. റാങ്ക് ഓഫ് എ സ്ക്വയർ മെട്രിക്സ് is also defined as the number of linearly independent rows or columns of the matrix. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് പ്രോപ്പർട്ടിയാണ്. നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എത്ര റോസോ കോളംസോ ഉണ്ട്, അതിനെയും റാങ്ക് എന്ന് വിളിക്കും. ഓക്കെ, ഇനി പ്രോപ്പർട്ടീസ് നോക്കാം. റാങ്കിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. ഫസ്റ്റ് വൺ, റാങ്ക് ഓഫ് എ മെട്രിക്സ് ആൻഡ് ഇറ്റ്സ് transpose are same. Rank of a matrix and its transpose are same. അതായത് ഒരു മെട്രിക്സിൻ്റെ റാങ്ക് ഓഫ് സപ്പോസ് എ എന്ന് പറയുന്നൊരു മെട്രിക്സും റാങ്ക് ഓഫ് എ ട്രാൻസ്പോസും സെയിം ആയിരിക്കും. ഫസ്റ്റ് പ്രോപ്പർട്ടി. ഓക്കെ, സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ റാങ്ക് ഓഫ് എ നൾ മെട്രിക്സ് ഈ 0. റാങ്ക് ഓഫ് എ നൾ മെട്രിക്സ് ഈ 0. Third property, rank of a non-zero square matrix is always greater than or equal to 1. അതായത് ഒരു നോൺ സീറോ സ്ക്വയർ മാട്രിക്സ് റാങ്ക് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. 1 ഒരിക്കലും ചെറുതാവത്തില്ല. Fourth one, rank of a non-singular matrix is equal to its order. ഇതെന്താ ഇങ്ങനെ പറയാൻ കാര്യം? നമുക്കറിയാം ഡിറ്റർമിനൻ്റ് എ നോട്ട് ഈക്വൽ പ്രൂഫ് എന്ന് പറയുന്ന രീതിയിൽ പറയാം. ഡിറ്റർമിനൻ്റ് ഓഫ് എ നോട്ട് ഈക്വൽ 0 എന്ന് വെച്ചാൽ നോൺ സിംഗുലർ മെട്രിക്സ് ആണ് അല്ലേ? ഡിറ്റർമിനൻ്റ് എ നോട്ട് ഈക്വൽ 0 ആണെങ്കിൽ എന്തോ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് n ആയിരിക്കും, അതായത് ഓർഡർ ഓഫ് മെട്രിക്സ് ആയിരിക്കും അല്ലേ? അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം. ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്, നോട്ട് ചെയ്ത് വയ്ക്കും. ദെൻ ഫിഫ്ത്ത് വൺ, റാങ്ക് ഓഫ് എ സിംഗുലർ സ്ക്വയർ മെട്രിക്സ് ഈസ് ലെസ് ദാൻ ഇറ്റ്സ് ഓർഡർ. അതായത് നമുക്കറിയാം ഡിറ്റർമിനൻ്റ് എ ഈക്വൽ 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിംഗുലർ ആണ്. അതിൻ്റെ ആ കേസിൽ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഒരു എ മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ലെസ് ദാൻ n ആയിരിക്കും. n ഓർഡർ ആണ്. അതായത് ഓക്കെ, അടുത്ത പ്രോപ്പർട്ടി സിക്സ്ത് പ്രോപ്പർട്ടിയാണ് റാങ്ക് ഓഫ് പ്രൊഡക്റ്റ് ഓഫ് ടു മെട്രീസസ് cannot exceed the rank of either matrices. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അതായത് രണ്ട് മെട്രിക്സ്, ഇപ്പം എയും ബി എന്ന് പറഞ്ഞ രണ്ട് മെട്രിക്സ് കണ്ടിരിക്കട്ടെ. റാങ്ക് ഓഫ് എ ബി ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റാങ്ക് ഓഫ് എ, അല്ലെങ്കിൽ നമുക്ക് റാങ്ക് ഓഫ് എ ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റാങ്ക് ഓഫ് ബി, അല്ലെങ്കിൽ നമുക്ക് ഓർ റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നതിന് നമുക്ക് മിനിമം ഓഫ് എന്ന് പറയാം. മിനിമം ഓഫ് റാങ്ക് ഓഫ് എ ഇൻറ്റു റാങ്ക് ഓഫ് ബി, ഇൻറ്റു അല്ല കോമൺ. ഈ റോ എന്ന് പറയുന്ന റാങ്കിനെ നോട്ട് ചെയ്യുന്ന സിമ്പിളാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാൽ റാങ്ക് ഓഫ്
എ എന്ന് പറയുന്നത് 4 എന്നിരിക്കട്ടെ, റാങ്ക് ഓഫ് ബി എന്ന് പറയുന്നത് 5 എന്നിരിക്കട്ടെ. അപ്പോൾ റാങ്ക് ഓഫ് എ ബി ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആയിരിക്കും. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. കണ്ടോ? അതാണ് നമുക്കിതിനകത്ത് അറിയേണ്ടത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസാണ്. അപ്പോൾ നമ്മളിത് അറിഞ്ഞിരിക്കാം. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നൊരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഇഫ് വി ഈസ് എ നോൺ സീറോ വെക്റ്റർ ഓഫ് ഡയമെൻഷൻ 3x1, then the matrix A is equal to V transpose has rank. റാങ്കിനെ ബന്ധപ്പെടുത്തി വരുന്ന ക്വസ്റ്റ്യനാണ്. ഇങ്ങനെ ചെയ്യും. വി ഈസ് എ നോൺ സീറോ വെക്റ്റർ ഓഫ് 3x1. അപ്പോൾ നമ്മൾ വിനെ ആദ്യം എഴുതും. ഒരു 3x1 മെട്രിക്സ് എഴുതും. സപ്പോസ് എ എന്ന് പറയുന്നത് B1 B2 B3 എന്ന് എഴുതും. വി എന്ന് പറയുന്നത് 3x1 ആണല്ലോ. ഓക്കെ, വി ട്രാൻസ്പോസ് എന്ത് B1 B2 B3 അല്ലേ? അപ്പോൾ വി ട്രാൻസ്പോസ് എന്താവും? B1 B2 B3 ഇൻറ്റു B1 B2 B3 അല്ലേ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? B1 സ്ക്വയർ B1 B2 B1 B3 B2 B1 B2 സ്ക്വയർ B2 B3 B3 B1 B3 B2 B3 സ്ക്വയർ. ഇങ്ങനെ മെട്രിക്സ് കിട്ടിയല്ലോ. ഇനി നോക്കുക, ഈ രണ്ടാമത്തെ റോ R2 എന്ന് പറയുന്നത് B2 ബൈ B1 ഇൻറ്റു R1 അല്ലേ? നോക്കൂ, B2 ബൈ B1 ഇൻറ്റു R1 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ റോ ആയി. R3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B3 ബൈ B1 ഇൻറ്റു R1 ആണ്. കറക്റ്റ് അല്ലേ? സോ നോക്കൂ, നമുക്ക് ആകെ ഒരു ഇൻഡിപെൻഡൻറ്റ് റോയേ ഉള്ളൂ അല്ലേ? 1 ഇൻഡിപെൻഡൻറ്റ് റോ. നമ്മുടെ ഡെഫിനിഷൻ, നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ പ്രകാരം റാങ്ക് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോസ് ഓർ കോളംസ്. ഇവിടെ എത്ര ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോ ഉണ്ട്? ഒരൊറ്റ ഇൻഡിപെൻഡൻറ്റ് റോയേ ഉള്ളൂ. കാരണം നമുക്ക് R2 ആൻഡ് R3 ക്യാൻ ബി റിട്ടേൺ ഇൻ ടേംസ് ഓഫ് R1. അപ്പോൾ ഇതിൻ്റെ റാങ്ക് എന്താണ്? 1 ആണ്. കണ്ടോ, വളരെ സിമ്പിൾ. അതുകൊണ്ടോ റാങ്കിൻ്റെ വേറൊരു ഡെഫിനിഷൻ വെച്ച് നമുക്ക് ഇത് എളുപ്പം ചെയ്യാം അല്ലേ? ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിതിനൊരു ടെക്നിക്കുണ്ട്, വേറൊരു ഷോർട്ട് ട്രിക്ക് എന്ന് പറയാം. നമ്മൾ പഠിച്ച പ്രോപ്പർട്ടിയിൽ നിന്നാണ്. അതായത് വി എന്ന് പറയുന്ന ഒരു 3/1 മെട്രിക്സ് അല്ലേ? ആണ്. അതിൻ്റെ റാങ്ക് ഓഫ് വി എന്ന് പറയുന്നത് എന്താണ്? നോൺ സീറോ വെക്റ്റർ ഓഫ് ഡയമെൻഷൻ 3x1 എന്ന് പറയുന്നുണ്ട് അല്ലേ? 3x1 ആകുമ്പോൾ റാങ്ക് ഓഫ് വി എന്ന് പറയുന്നതിനെ നമുക്ക് 1 എന്നെടുക്കാം അല്ലേ? വി ട്രാൻസ്പോസ് 1/3 മെട്രിക്സ് ആണ്. നമുക്കറിയാം റാങ്ക് ഓഫ് വിയും റാങ്ക് ഓഫ് വി ട്രാൻസ്പോസും ഒന്ന് തന്നെയാണ്. അപ്പം ഇതിൻ്റെയും റാങ്ക് എന്താണ്? 1 ആണ്. നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്, റാങ്ക് ഓഫ് എ റാങ്ക് ഓഫ് വി ട്രാൻസ്പോസ്. എ വി ട്രാൻസ്പോസ് ആണെങ്കിൽ എന്താണ് ഞാൻ പറഞ്ഞത്? ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓഫ് റാങ്ക് ഓഫ് വി ഇൻറ്റു റാങ്ക് ഓഫ് വി ട്രാൻസ്പോസ് അല്ലേ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ്? 1. റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് നമുക്ക് ഈക്വൽ ടു 1 എന്നെഴുതാം. ഒരിക്കലും നോൺ സീറോ വെക്റ്റർ ഓഫ് ഡയമെൻഷൻ ഒരിക്കലും 0 ആവത്തില്ല. അതുകൊണ്ടാണ് 1 ആവുന്നത്. നമ്മൾ പറയുന്നുണ്ട് വി ഈസ് എ നോൺ സീറോ വെക്റ്റർ ഓഫ് ഡയമെൻഷൻ 3x1. അതുകൊണ്ടാണ് വിയുടെ റാങ്ക് 1 ആയത്. കാരണം ഒറ്റ കോളം അല്ലേ ഉള്ളൂ. അപ്പോൾ ഒറ്റ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളമേ ഉള്ളൂ. അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് ആദ്യത്തെ മെത്തേഡ് വെച്ച് പെട്ടെന്ന് ചെയ്യാം. നമുക്ക് വേറെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ, റാങ്ക് ഓഫ് മെട്രിക്സ് അത് മെട്രിക്സ് എന്നിട്ട് 1 1 1 ABC A3 B3 C3 where ABC are real is
3. ഈ റാങ്ക് ഓഫ് മെട്രിക്സ് ഈസ് 3 ഇഫ് കണ്ടീഷൻസ് ഉണ്ട്. ഇഫ് എ ഈസ് ഈക്വൽ ടു ബി ഈക്വൽ ടു സി, എ ബി സി ആർ ഓൾ ഡിഫറൻറ്റ്, two of the numbers a comma b comma c are equal but are different from third, d is a plus b plus c not equal to 0. ഡോറിൻ്റെ റാങ്ക് ഡയറക്റ്റ്ലി തന്ന് 3 ഇഫ് കണ്ടീഷനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇത് നമ്മളെങ്ങനെ ചെയ്യും? അപ്പോൾ നമുക്കറിയാം റാങ്ക് ഓഫ്, സപ്പോസ് ഇത് എ എന്ന് എടുത്തു കഴിഞ്ഞാൽ, ഈ മെട്രിക്സിനെ എ എന്ന് എടുത്തു കഴിഞ്ഞാൽ എ ഈസ് ഈക്വൽ ടു ഓർഡർ. ദാറ്റ് ഇംപ്ലൈസ് ഇതൊരു നോൺ സിംഗുലർ മെട്രിക്സ് ആയിരിക്കണം അല്ലേ, നോൺ സിംഗുലർ മെട്രിക്സ്. അപ്പോൾ ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം അല്ലേ. കാരണം എന്താ, ഇവിടെ റാങ്ക് ഓൾറെഡി ടോൾഡ് ഇറ്റ്സ് 3 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓർഡറാണ് അല്ലേ, ഈ തന്നേക്കുന്ന മെട്രിക്സ് 3/3 ആണ്. അപ്പോൾ ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ 0 ആയിരിക്കണം. അപ്പോൾ ഡിറ്റർമിനൻ്റ് 1 1 1 എ ബി സി എ ക്യൂബ് ബി ക്യൂബ് സി ക്യൂബ്, കണ്ടോ വളരെ ഈസിയാണ്, നോട്ട് ഈക്വൽ 0 ആയിരിക്കണം. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യും? ഡയറക്റ്റ് നമ്മൾ സോൾവ് ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി പാടായിട്ട് വരും. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യുന്ന ചില ട്രാൻസ്ഫോർമേഷൻസ് ചെയ്യും. ആ ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ട്രാൻസ്ഫോർമേഷൻ C2 ചേഞ്ചസ് ടു C2 മൈനസ് C1 എടുക്കാം, ആൻഡ് C3 ചേഞ്ചസ് ടു C3 മൈനസ് C1 എന്ന് എടുക്കാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 0 0 എ ക്യൂബ് ബി മൈനസ് എ സി മൈനസ് എ ബി ക്യൂബ് മൈനസ് എ ക്യൂബ് സി ക്യൂബ് മൈനസ് എ ക്യൂബ് നോട്ട് ഈക്വൽ 0. ഇവിടെ നോക്കൂ, നമുക്ക് ഇവിടെ വരുന്നു ബി മൈനസ് എ സി മൈനസ് എ കോമൺ എടുക്കാം അല്ലേ. അതെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇവിടെ എന്തോ വരും 1 എ ക്യൂബ്, കാരണം ഈ രണ്ട് കോളത്തിൽ അത് ഈക്വലാണ്, സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് ഇതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 1 വരും. നമുക്കറിയാം ഫോർമുല എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ ബി ആണ്. ഇവിടെ എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് എ സി ആണ് അല്ലേ. അതായത് എ ക്യൂബ് മൈനസ് ബി ക്യൂബിനൊരു ഫോർമുലയുണ്ട്, എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ ബി. ഈ ഐഡൻറ്റിറ്റി അറിയണം. കണ്ടോ, നമുക്ക് ആപ്ലിക്കേഷൻ വരുമ്പോൾ ഈ ഐഡൻറ്റിറ്റി എല്ലാം അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ബി മൈനസ് എ ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു, ഇനി നമ്മൾ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ 0 ആയിപ്പോയി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഡിറ്റർമിനൻ്റ് എടുക്കാൻ ഒറ്റ കോളം മാത്രം മതി അല്ല. ഡിറ്റർമിനൻ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് എ സി മൈനസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ മൈനസ് എ ബി നോട്ട് ഈക്വൽ 0 എന്നാണ് അല്ലേ. ഇത് നോട്ട് ഈക്വൽ 0 ആണ്. അപ്പോൾ ഇത് ബി മൈനസ് എ ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു, നമുക്ക് എ സ്ക്വയർ ക്യാൻസലായി. ഇനി എന്താണ് വരുന്നത്, സി സ്ക്വയർ പ്ലസ് എ സി മൈനസ് ബി സ്ക്വയർ മൈനസ് എ ബി നോട്ട് ഈക്വൽ 0 എന്നാണ്. നമുക്ക് ഇവിടുന്ന് ബി മൈനസ് എ ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു, നമുക്ക് സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, ഈ സി സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന് നമുക്ക് സി മൈനസ് ബി ഇൻറ്റു സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, ഒരു സ്റ്റെപ്പും കൂടെ എഴുതാം. നമുക്ക് കിട്ടുന്നത് സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പ്ലസ് എ ഇൻറ്റു ബി മൈനസ് സി എന്നല്ല ഇത്. ഓക്കെ, നോട്ട് ഈക്വൽ 0. എ ഇൻറ്റു നോക്കൂ, സി സ്ക്വയർ മൈനസ് ബി ഇൻറ്റു എ ഇൻറ്റു സി മൈനസ് ബി അല്ലേ, സി മൈനസ് ബി ആണ്, സി മൈനസ് ബി. അപ്പോൾ ബി മൈനസ് എ ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു സി പ്ലസ് ബി ഇൻറ്റു സി മൈനസ് ബി എന്ന് ഇതിനെ എഴുതിക്കൂടെ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി പ്ലസ് എ ഇൻറ്റു സി മൈനസ് ബി നോട്ട് ഈക്വൽ 0. അപ്പോൾ സി മൈനസ് ബി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ബി മൈനസ് എ ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു, ഇവിടെ നിന്ന് സി മൈനസ് ബി കോമൺ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സി പ്ലസ് ബി പ്ലസ് എ നോട്ട് ഈക്വൽ 0. നമുക്ക് ക്വസ്റ്റ്യന് എ ബി സി ഓൾ ആർ റിയൽ എന്ന് പറയുന്നുണ്ട്.
അപ്പോൾ ബി മൈനസ് എ നോട്ട് ഈക്വൽ 0, സി മൈനസ് എ നോട്ട് ഈക്വൽ 0, സി മൈനസ് ബി നോട്ട് ഈക്വൽ 0 എന്ന് കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് എ നോട്ട് ഈക്വൽ ടു ബി, എ നോട്ട് ഈക്വൽ ടു സി, ബി നോട്ട് ഈക്വൽ ടു സി അല്ലേ. അതായത് എ ബി സി ഡിഫറൻ്റ് ആണ് ആൻഡ് എ പ്ലസ് ബി പ്ലസ് സി നോട്ട് ഈക്വൽ ടു 0 അല്ലേ. അപ്പം ഓപ്ഷൻ ഏതൊക്കെയാണ് കറക്റ്റ്? ഓപ്ഷൻ എ ബിയും കറക്റ്റാണ്, ഡിയും കറക്റ്റാണ്. കണ്ടോ, വളരെ ഒരു നല്ല പ്രോബ്ലം റാങ്കിനെ ബേസ് ചെയ്തുള്ളൂ. കണ്ടോ, ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ റാങ്കിനെക്കുറിച്ച് ഒരു നല്ല ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതിനകത്ത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാവണം. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ, ലീനിയർ നോൺ ഹോമോജിനസ് ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ്. അതാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് നേച്ചർ ഓഫ് ദ സൊല്യൂഷൻ ഓഫ് ദ സിസ്റ്റം ഓഫ് simultaneous linear non-homogeneous equations. Linear non-homogeneous equations are okay. So consider this following system of n linear non-homogeneous equation with n unknown variables. Suppose a11 x1 plus a12 x2 പ്ലസ് എക്സെട്ര a1n xn ഈക്വൾ ടു b1 എന്നിരിക്കട്ടെ. കാരണം ഇവിടെ 0 അല്ല, അതുകൊണ്ടാണ് b1 നമുക്കൊരു വാല്യൂ ഉണ്ട്, അതുകൊണ്ടാണ് നോൺ ഹോമോജിനിയസ്. ഇവിടെ 0 ആയിക്കഴിഞ്ഞാൽ ഇതൊരു ഹോമോജിനസ് ഇക്വേഷനാവും. സോ a21 x1 പ്ലസ് a22 x2 പ്ലസ് എക്സെട്ര a2n xn ഈക്വൾ ടു b2. ഇങ്ങനെ നമുക്ക് പോയി an1 x1 പ്ലസ് an2 x2 ഇങ്ങനെ ഇഷ്ടംപോലെ ഇക്വേഷൻസ് ഉണ്ടെന്നിരിക്കട്ടെ. anm xn ഈക്വൾ ടു bn. ഇവിടെ x1 x2 എക്സെട്ര xn എന്ന് പറയുന്നത് അൺനോൺ വേരിയബിൾസ് ആണ്. ഓക്കെ, അൺനോൺ വേരിയബിൾസ് ആണ്. അപ്പോൾ ഈ ഇക്വേഷനെ നമുക്കൊരു ജനറൽ ഫോമിൽ എഴുതാം. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ax ഈക്വൾ ടു b എന്ന് പറയുന്ന രീതിയിൽ എഴുതാം. ഇവിടെ എനെ പറയുന്ന പേരാണ് കോഎഫിഷ്യൻ്റ് മെട്രിക്സ്. ഓക്കെ, എനെ പറയുന്ന പേരാണ് കോഎഫിഷ്യൻ്റ് മെട്രിക്സ്. അതായത് നമുക്ക് ഈ എഴുതിയ അതേ സാധനം തന്നെ നമുക്ക് a11 a12 എക്സെട്ര a1n a21 a22 എക്സെട്ര a2n അങ്ങനെ പോയി an1 an2 ann ഇങ്ങനെ എഴുതാം. ഇൻറ്റു x1 x2 എക്സെട്ര xn ഈക്വൽ ടു b1 b2 b3 എക്സെട്ര bn ഇങ്ങനെ എഴുതിക്കൂടാ. കാരണം നമ്മൾ മെട്രിക്സ് ഫോമിലോട്ട് മാറ്റി. ഇനി നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന ഒരു മെട്രിക്സ് ആണ് സി. അതൊരു ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്നാണ് പറയുന്നത്. ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മൾ ഈ എഴുതിയേക്കുന്ന ആ കോഎഫിഷ്യൻ മെട്രിക്സിനും ആ ലെഫ്റ്റ് സൈഡ് എഴുതിയേക്കുന്ന b1 കൂടെ ഒരുമിച്ച് അങ്ങ് എഴുതുക. അങ്ങനെ എഴുതുമ്പോൾ എന്ത് കിട്ടും? a11 a12 a21 a22 എക്സെട്ര an1 an2 a1n b1 a2n ann ഇത് b2 ഇത് bn. ഈ എഴുതിയ മെട്രിക്സാണ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ എ തന്നെയാണ് അല്ലേ, ഇത് ബി ആണ് അല്ലേ. ഓക്കെ, ഇനി സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഇനി പറയാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എപ്പോഴാണ് രണ്ട് തരത്തിലുണ്ട്, കൺസിസ്റ്റൻ്റ് ഉണ്ട്, 2 types are there, inconsistent ഉണ്ട്. അപ്പോൾ കൺസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് സൊല്യൂഷൻ ഉള്ളത്, ഫോർ വിച്ച് സൊല്യൂഷൻ എക്സിസ്റ്റ്. ഇൻകൺസിസ്റ്റൻ്റ് എന്ന് വെച്ചാൽ സൊല്യൂഷൻ ഡസ് നോട്ട് എക്സിസ്റ്റ്. ഈ കൺസിസ്റ്റൻറ്റ് സൊല്യൂഷന് ഇക്വേഷൻസിൽ ഹാവ് രണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് രണ്ടായിട്ട് തിരിക്കാം. കൺസിസ്റ്റൻ്റ് ആണ്. ഇൻകൺസിസ്റ്റൻ്റ് നോ സൊല്യൂഷൻ ഇഫ് റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് സി. റാങ്ക് ഓഫ് സി എന്തോ ഓഗ്മെൻറ്റഡ് മെട്രിക്സ്, റാങ്ക് ഓഫ് എ എന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ്.
ഓക്കെ, നമ്മൾ കോഷ്യൻ മെട്രിക്സ് എന്ന് പറഞ്ഞ് അതേ കാര്യം. അപ്പം കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ സൊല്യൂഷൻ എക്സിസ്റ്റ്. അങ്ങനെയാണെങ്കിൽ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് റാങ്ക് ഓഫ് സിയും ഈക്വൽ ആയിരിക്കും കൺസിസ്റ്റൻ്റ് കേസിൽ. ഇതിൽ തന്നെ രണ്ട് കേസുണ്ട്. ഒന്ന് യുണീക്ക് സൊല്യൂഷനും ഇൻഫിനിറ്റ് സൊല്യൂഷനും. യുണീക്ക് സൊല്യൂഷൻ എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഫ് റാങ്ക് ഓഫ് എ ഇസ് ഈക്വൽ ടു റാങ്ക് ഓഫ് സി ഇസ് ഈക്വൽ ടു എൻ. എൻ എന്ന് പറയുന്നത് ഓർഡർ ഓഫ് മെട്രിക്സ്. അതായത് നമ്മുടെ കോഷ്യൻ മെട്രിക്സും ഓഗ്മെൻറ്റ് മെട്രിക്സും ഓർഡർ ഓഫ് ദി മെട്രിക്സിനോട് ഈക്വൽ ആവുകയാണെങ്കിൽ അതിനെ നമുക്ക് യൂണിക് സൊല്യൂഷൻ കിട്ടും. ഇനി ഇൻഫിനിറ്റ് സൊല്യൂഷൻ എപ്പോഴാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഫ് റാങ്ക് ഓഫ് എ ഇസ് ഈക്വൽ ടു റാങ്ക് ഓഫ് സി ലെസ് ദാൻ എൻ ആണെങ്കിൽ. ഇതാണ് നമുക്ക് പറയാനുള്ളത്. ലെസ് ദാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ഓഫ് ദ മെട്രിക്സ് ആണെങ്കിൽ ഇൻഫിനിറ്റ് സൊല്യൂഷൻ ആയിരിക്കും. ഓർഡർ അല്ല, സോറി, എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് അൺനോൺ വേരിയബിൾസ്. ഇവിടെയും ഓർഡർ അല്ല, ഒരു തെറ്റുപറ്റി. നമ്പർ ഓഫ് അൺനോൺ വേരിയബിൾസ് ആണ്. നമ്പർ ഓഫ് അൺനോൺ വേരിയബിൾസ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോബ്ലത്ത് വഴി ഇത് നമുക്കൊന്നുകൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. എക്സാമ്പിൾ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഇക്വേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 1, എ എക്സ് മൈനസ് എ വൈ പ്ലസ് 3z. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. 5x മൈനസ് 3y പ്ലസ് എ ഇസഡ് ഈക്വൽ ടു 6. ഇവിടെ എത്ര നമ്പർ ഓഫ് അൺനോൺ വേരിയബിൾസ് ഉണ്ട്? അതായത് എക്സ് അൺനോൺ ആണ്, വൈ അൺനോൺ ആണ്, ഇസഡ് അൺനോൺ. അപ്പോൾ എൻ എന്ന് പറയുന്നത് 3 ആണ്, കണ്ടോ? അല്ലാതെ ഓർഡർ അല്ല. ഓക്കെ, ദിസ് സെറ്റ് ഓഫ് ഇക്വേഷൻ ഹാസ് ഇൻഫിനിറ്റ് സൊല്യൂഷൻ ഇഫ് എ ഈസ് ഈക്വൽ ടു എന്താണെന്നാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മളിവിടെ അങ്ങോട്ട് പഠിച്ചതേ ഉള്ളൂ ഇൻഫിനിറ്റ് സൊല്യൂഷൻ്റെ കണ്ടീഷൻ എന്താണ്. ഫോർ ഇൻഫിനിറ്റ് സൊല്യൂഷൻ നമുക്കറിയാം റാങ്ക് ഓഫ് എ ഇസ് ഈക്വൽ ടു റാങ്ക് ഓഫ് സി ലെസ് ദാൻ 3 ആയിരിക്കണം, അല്ലേ? ആണ്. ഓക്കെ, അപ്പോൾ റാങ്ക് ഓഫ് എ ലെസ് ദാൻ 3. എ എന്താണ്? 1 1 1, എ മൈനസ് എ 3, 5 മൈനസ് 3a. ഇപ്പോൾ ലെസ് ദാൻ 3 ആണെന്ന് പറയുമ്പോൾ റാങ്ക് ഓഫ് എ ലെസ് ദാൻ 3 ആണെന്ന് പറയുമ്പോൾ ഇത് 3/3 ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എപ്പോഴും 0 ആയിരിക്കും, അല്ലേ? ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എപ്പോഴും 0 ആയിരിക്കും ആണ്. അപ്പോൾ ഡിറ്റർമിനൻ്റ് 1 1 1, എ മൈനസ് എ 3, 5 മൈനസ് 3a ഈക്വൽ ടു 0. ഡിറ്റർമിനൻ്റ് എടുക്കുമ്പോൾ എന്തൊരു 1 ഇൻറ്റു മൈനസ് എ സ്ക്വയർ പ്ലസ് 9 മൈനസ് 1 ഇൻറ്റു എ സ്ക്വയർ മൈനസ് 15, അല്ലേ? ദെൻ പ്ലസ് 1 ഇൻറ്റു മൈനസ് 3a പ്ലസ് 5a ഈസ് ഈക്വൽ ടു 0. കറക്റ്റ് അല്ലേ? മൈനസ് 1 ഇൻറ്റു എ സ്ക്വയർ മൈനസ് 50. ഓക്കെ, മൈനസ് എ സ്ക്വയർ പ്ലസ് 9 മൈനസ് എ സ്ക്വയർ പ്ലസ് 15 പ്ലസ് 2a ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതെങ്ങനെ എഴുതാം നമുക്ക്? മൈനസ് 2a സ്ക്വയർ പ്ലസ് 2a പ്ലസ് 24 ഈക്വൽ ടു 0. ഓക്കെ, എ സ്ക്വയർ മൈനസ് എ പ്ലസ് 12 ഈക്വൽ 0 എന്നായിട്ട് മൈനസ് മൈനസ് 12 ഈക്വൽ 0 എന്ന് കിട്ടി, അല്ലേ? അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗുണിക്കുമ്പം -12ഉം കൂട്ടുമ്പം -1ഉം കിട്ടുന്ന രണ്ട് സംഖ്യകളായിരിക്കണം. അല്ലേ? അപ്പം നമുക്ക് -4ഉം 3യും എടുക്കാം, അല്ലേ? കറക്റ്റ് അല്ലേ? അതായത്
-4a പ്ലസ് -4ഉം 3യും എടുക്കുമ്പം, അതായത് നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, a² -4a + 3a - 12 = 0 ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തോടെ. a × a - 4 + 3 × a - 4 = 0 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് a = a + 3 × a - 4 = 0 എന്ന് എഴുതാം. a - 3യും a4ഉം രണ്ടെണ്ണം കിട്ടി അല്ലേ. ഇവിടെ ഇരിക്കട്ടെ. ഇനി റാങ്ക് ഓഫ് അടുത്ത ഏതാ, സി. റാങ്ക് ഓഫ് സി എന്ന് പറയുന്നത് ഓഗ്മെൻറ്റഡ് മെട്രിക്സ്. അതെങ്ങനെ എഴുതും? 1 1 1 a - a 3 5 - 3a × 1 5 6. ഇതിൻ്റെ ലെഫ്റ്റ് ബി പാർട്ട്, അതായത് ഈ പാർട്ടാണ് 1 5 6. അതങ്ങോട്ട് എഴുതുക. അപ്പോൾ ഇതൊരു 3/4 മെട്രിക്സ് ആണ് അല്ലേ. അപ്പം നമുക്ക് എന്തോ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് റാങ്ക് എന്ന് പറയുന്നത് സ്ക്വയർ മെട്രിക്സിനാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു റോ, ഈ ഒരു കോളം നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ട് ഡിറ്റർമിനൻ്റ് കാണുമോ, ഡിറ്റർമിനൻ്റ് എടുക്കുക. കാരണം ഇത് ലെസ് ദാൻ 3 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഡിറ്റർമിനൻ്റ് 0 ആവണം. ഡിറ്റർമിനൻ്റ് 0 ആണ്. ഡിറ്റർമിനൻ്റ് ഓഫ് 3/3 സബ് മെട്രിക്സ് 0 ആണ് അല്ലേ. അപ്പോൾ സബ് മെട്രിക്സ് എന്ന് പറയുന്നത് ഈ ഒരു കോളം ഡിലീറ്റ് ചെയ്യുക. അപ്പം നമുക്ക് കിട്ടുന്ന 1 1 1 a - a 5 5 - 3a = 0 എന്ന് കിട്ടി. ഒരെണ്ണം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ 6 ഓക്കെ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ തൊട്ട് 1 × -6a + 15 -1 × 6a - 25 + 1 × -3a + 5 = 0 എന്ന് കിട്ടും അല്ലേ. അതെ. അപ്പോൾ ഇത് -6a + 15 -6a + 25 then + 2a = 0 എന്ന് കിട്ടും. അപ്പം -10a + 40 = 0 എന്ന് കിട്ടും. അപ്പോൾ 10a = 40 എന്ന് കിട്ടും. അപ്പോൾ a = 4 എന്ന് കിട്ടും. കണ്ടോ, a 4 ആണ്. അപ്പോൾ നേരത്തെ -3യും 4ഉം കിട്ടി. രണ്ടാമത്തെ കേസ് a4 കിട്ടി. അപ്പം ആൻസർ എന്ന് പറയുന്നത്, എയുടെ ആൻസർ 4 ആണ്. കണ്ടോ, രണ്ടും നമ്മൾ ചെക്ക് ചെയ്യണം. കണ്ടോ, ഇൻഫിനിറ്റ് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യാം. അതാണ് ഇതിനകത്ത് ഒരു കാര്യം. ഇൻഫിനിറ്റ് സൊല്യൂഷൻ ഇന്ന് പോസിബിളാണ്. ഇതിനകത്ത് ഇനി ഒരു ഭാഗം കൂടെ പറയാനുണ്ട്, ഹോമോജീനിയസ്. അതായത് നേച്ചർ ഓഫ് ദി സൊല്യൂഷൻ of the system of simultaneous linear homogeneous equations. ഓക്കെ. അപ്പം നമ്മൾ നേരത്തെ എഴുതിയ കൂട്ട് തന്നെ എഴുതുക. a11 x1 + a12 x2 + എക്സെട്ര a1n xn. ഇവിടെ = 0 ആവും. അത്രേ ഉള്ളൂ ഡിഫറൻസ്. ദെൻ a21 x1 + a22 x2 + എക്സെട്ര a2n xn = 0. ദെൻ an1 x1 + an2 x2 + എക്സെട്ര ann xn = 0. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻസ്. ഹിയർ ഹോമോജീനസ് ആണ്. അപ്പോൾ നമുക്കിതിനെ ax = 0 എന്ന് പറയുന്ന ഫോം എഴുതാം. നേരത്തെ ax = b ആയിരുന്നു. സോ ടൈപ്പ് ഓഫ് സൊല്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്പ് ഓഫ് സൊല്യൂഷൻ രണ്ട് തരത്തിലുണ്ട്, ട്രിവിയലും ഉണ്ട്, നോൺ ട്രിവിയലും. ട്രിവിയൽ സൊല്യൂഷൻ ആൻഡ് നോൺ ട്രിവിയൽ സൊല്യൂഷൻ. ഓക്കെ. ട്രിവിയൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ x 0 ആവുന്ന കേസ് യൂണീക്ക് സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, യൂണീക്ക് സൊല്യൂഷൻ ആയിരിക്കും. സൊല്യൂഷൻ ഓൾവേസ് എക്സിസ്റ്റ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ഇങ്ങനെ തന്നെ പഠിക്കണം. കാരണം സ്റ്റേറ്റ്മെൻറ്റ് വൈസും പ്രോബ്ലംസ് വരും, ഗേറ്റിനൊക്കെ അങ്ങനെ വരും. ദെൻ എക്സിസ്റ്റൻസ് ഓഫ് സൊല്യൂഷൻ does not depend on coefficient matrix.
അതായത് കോഷ്യൻ മെട്രിക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എക്സിസ്റ്റൻറ്റ് സൊല്യൂഷൻ. ഹിയർ എന്താണ് ഇൻഫിനിറ്റ് സൊല്യൂഷൻ, എക്സ് നോട്ട് ഈക്വൽ ടു 0 കേസാണ്, ഇൻഫിനിറ്റ് സൊല്യൂഷനാണ്. ഇവിടെ സൊല്യൂഷൻ does not always exist, okay, and existence of solution depends on the coefficient matrix. സോ കണ്ടീഷൻ നമുക്കറിയാം AX = 0 എന്നാണ്. അപ്പം ഡയറക്റ്റ് ഇക്വേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്തോ ചെയ്യും, ഡിറ്റർമിനൻ്റ് AX = 0 എന്ന് എഴുതും. നേരത്തെ ഞാൻ പറഞ്ഞു, അപ്പോൾ ഡിറ്റർമിനൻ്റ് A × ഡിറ്റർമിനൻ്റ് X = 0 എന്ന് എഴുതും. ഡിറ്റർമിനൻ്റ് X ഒരിക്കലും 0 ആകാൻ പറ്റത്തില്ല, അപ്പം ഡിറ്റർമിനൻ്റ് A is 0 എന്നാണ്. ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ എക്സിസ്റ്റൻസ് ഓഫ് നോൺ ട്രിവിയൽ സൊല്യൂഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് നമുക്കൊരു ക്വസ്റ്റ്യനിലൂടെ നമുക്കിത് മനസ്സിലാക്കാം. ഫൈൻ ദ വാല്യൂ ഓഫ് കെ ഫോർ വിച്ച് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ. ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. എക്സ് മൈനസ് കെ വൈ പ്ലസ് സെഡ് ഈസ് 0, കെ എക്സ് പ്ലസ് 3y മൈനസ് കെ സെഡ് ഈക്വൽ 0, 3x പ്ലസ് വൈ മൈനസ് സെഡ് ഈക്വൽ 0 ഹാസ് എ നോൺ ട്രിവിയൽ സൊല്യൂഷൻ. ദ വാല്യൂ ഓഫ് കെ ഫോർ വിച്ച് ദിസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഹാസ് എ നോൺ ട്രിവിയൽ സൊല്യൂഷൻ. അപ്പോൾ കെയുടെ വാല്യൂ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോൺ ട്രിവിയൽ സൊല്യൂഷന് ഡിറ്റർമിനൻറ്റ് സപ്പോസ് ഓഫ് ദിസ് കോഎഫിഷ്യന്റ് മെട്രിക്സ് എ ആണ്, ഡിറ്റർമിനൻറ്റ് ഓഫ് A 0. എന്താണ് കോഎഫിഷ്യന്റ് മെട്രിക്സ്? എക്സ് വൈ സെഡിൻ്റെ കോഎഫിഷ്യൻ്റ് നമ്മൾ എടുത്ത് എഴുതുമോ, 1 മൈനസ് കെ 1, കെ 3 മൈനസ് കെ അല്ലേ, ദെൻ 3 1 മൈനസ് 1. ഇതാണ് എ മെട്രിക്സ്, കോഎഫിഷ്യന്റ് മെട്രിക്സ്. ഇതാണ് കോഎഫിഷ്യന്റ് മെട്രിക്സ് അല്ലേ. കോഎഫിഷ്യന്റ് എടുത്ത് എഴുതും, അത്രേ ഉള്ളൂ, വളരെ എളുപ്പം. കോഎഫിഷ്യന്റ് മെട്രിക്സ് ഡിറ്റർമിനൻറ്റ് ഓഫ് A 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈനസ് കെ 1, കെ 3 മൈനസ് കെ 3 1 മൈനസ് 1 ഈക്വൾ 0. വാല്യൂ ഓഫ് കെ ആയി ഡിറ്റർമിനൻറ്റ് എടുത്താൽ മതി. 1 ഇൻറ്റു മൈനസ് 3 പ്ലസ് കെ മൈനസും പ്ലസ് കെ ഇൻറ്റു മൈനസ് കെ പ്ലസ് 3k പ്ലസ് 1 ഇൻറ്റു കെ മൈനസ് 9 ഈക്വൾ 0. അപ്പോൾ ഇത് കെ മൈനസ് 3 പ്ലസ് കെ ഇൻറ്റു 2k പ്ലസ് മൈനസ് 9 പ്ലസ് കെ ഈസ് ഈക്വൾ ടു 0 അല്ലേ. ഇങ്ങനല്ലേ, നോക്കൂ, ഒന്നുകൂടെ നോക്കൂ, കറക്റ്റല്ലേ. അപ്പോൾ നമുക്കിതിനെ കെ മൈനസ് 3 പ്ലസ് 2k² മൈനസ് കെ പ്ലസ് കെ ഈസ് ഈക്വൾ ടു 0, 2k² പ്ലസ് 2k മൈനസ് 12 ഈക്വൾ 0. അപ്പോൾ ഇത് k² പ്ലസ് കെ മൈനസ് 6 ഈക്വൾ 0. അപ്പോൾ ഇതിനെ k² നമുക്ക് 1 എഴുതാം, പ്ലസ് 3k മൈനസ് 2k എന്ന് എഴുതിക്കൂടെ, മൈനസ് 6 ഈക്വൾ 0 എന്ന് എഴുതാം. k ഇൻറ്റു കെ പ്ലസ് 3 മൈനസ് 2 ഇൻറ്റു കെ പ്ലസ് 3 എന്ന് എഴുതാം, ഈക്വൾ 0 എന്ന് എഴുതാം. അപ്പോൾ കെ പ്ലസ് 2 ഇൻറ്റു കെ മൈനസ് 2 ഇൻറ്റു കെ പ്ലസ് 3 ഈക്വൾ 0 എന്ന് എഴുതാം. അപ്പോൾ കെയുടെ വാല്യൂ എന്താണ്, 2 ആൻഡ് മൈനസ് 3. സോ ആൻസർ ഈസ് കെ ഈസ് ഈക്വൾ ടു 2, മൈനസ് 3. കണ്ടോ, വളരെ എളുപ്പമാണ്. ഇങ്ങനെയാണ് നമ്മൾ റാങ്കും വെച്ചുകൊണ്ട് നമ്മൾ സിസ്റ്റം ഓഫ് നോൺ ലീനിയർ ഇക്വേഷനും ലീനിയർ നോൺ ഹോമോജീനസും ലീനിയർ ഹോമോജീനസും നോൺ ഹോമോജീനസും സോൾവ് ചെയ്യുന്നത്. ലീനിയർ ഹോമോജീനസ് ആൻഡ് നോൺ ഹോമോജീനസ് സോൾവ് ചെയ്യുന്നത് റാങ്ക് വെച്ചുകൊണ്ട് ഈ മെത്തേഡിലാണ്. അപ്പം നമുക്ക് റാങ്കിൻ്റെ പ്രോപ്പർട്ടീസും റാങ്കും കാണാനും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പ്രോപ്പർട്ടീസ് എല്ലാം അറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുകൂട്ട് തന്നെ പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.